ആസിഫ് വീണ്ടും തുടരുന്നുണ്ട്. ആസിഫ്, ഇനിയിപ്പോൾ കുട്ടി ആശുപത്രിക്കകത്തെ കുട്ടിയെ മാറ്റിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് മറ്റു ചികിത്സാ രീതികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണവും റെഡി. ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ട് അത്തരത്തിലുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി. അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ മറ്റ് ചികിത്സാ നടപടികളിലേക്ക് കടക്കാൻ കഴിയും. ഏതായാലും ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. കാരണം തിരുവനന്തപുരത്ത് ലഭ്യമാകുന്ന എല്ലാ സൗകര്യവും ഇവിടെയും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം കുട്ടിയുടെ മാതാപിതാക്കൾ ശ്രീജിത്തിൽ തന്നെ ചികിത്സിക്കണമെന്ന ഒരു അഭിപ്രായം പങ്കുവച്ചിരുന്നെങ്കിൽ പോലും അത് അടക്കം ബോധ്യപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് നടപടികൾ ഇപ്പോൾ അമൃതയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഏതായാലും കുട്ടിയുമായി ഇവിടെ എത്തിയപ്പോൾ തന്നെ ആശുപത്രി അധികൃതർ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളുമായി തയ്യാറായിരുന്നു. ഒട്ടും സമയം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ കൃത്യസമയത്ത് തന്നെ അവർ അതിനാവശ്യമായുള്ള സൗകര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഏതായാലും മണിക്കൂറുകൾ നീണ്ട ഒരു യാത്ര ഇപ്പോൾ ഏതായാലും അമൃത ഹോസ്പിറ്റലിൽ അവസാനിച്ചിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ ആശുപത്രിയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകുന്ന ഡ്രൈവർ അടക്കമുള്ളവർ അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ ഏതായാലും മണിക്കൂറുകൾ നീണ്ട ഒരു കേരളത്തിന്റെ പ്രാർത്ഥന ഇപ്പോൾ അമൃത ആശുപത്രിയിൽ താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്. ഏതായാലും കുട്ടിയുടെ ചികിത്സാ നടപടികൾ അടക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതടക്കം ഇപ്പോൾ തുടരുകയാണ്. ഏതായാലും ആരോഗ്യ മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും കൃത്യമായ ചികിത്സാ സൗകര്യങ്ങൾ അടക്കം ഏർപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ആശുപത്രിയുടെ മുമ്പിലടക്കം വലിയ രീതിയിൽ ആളുകൾ കൂടിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളം ഉണ്ടായിരുന്നത്. മറികടക്കുന്ന രീതിയിലുള്ളായിരുന്നു ഇവർ കുഞ്ഞിന്റെ ജീവനുമായി ഏതായാലും തിരുവനന്തപുരത്തേക്ക് നേരത്തെ നിശ്ചയിച്ചതിനെക്കാട്ടിലും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്താണെങ്കിലും എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഏകദേശം 10:45 കൂടി ആരംഭിച്ച യാത്ര ഇടയ്ക്ക് അരമണിക്കൂർ അവർക്ക് വിശ്രമം വേണ്ടി വന്നു. മറ്റ് സമയങ്ങളെല്ലാം അവർ കുഞ്ഞിന്റെ ജീവനുമായി പാഞ്ഞു വരുന്ന ഒരു ഘട്ടമായിരുന്നു. അത് ഇപ്പോൾ ഏകദേശം നാളെയോട് കൂടിയാണ് കൃത്യമായി അത് അമൃത ആശുപത്രിയിൽ എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ വളരെ കുറഞ്ഞ സമയം ഏകദേശം 5 മണിക്കൂർ മാത്രം സമയം എടുത്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ജീവനുമായി ഈ ആംബുലൻസ് അമൃത ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തിയത്. ഏതായാലും ഇപ്പോൾ കുഞ്ഞിന്റെ ചികിത്സ സംബന്ധമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വിദഗ്ധ ഡോക്ടർമാരടക്കം നേരത്തെ ആരോഗ്യമന്ത്രിയുടെ അടക്കമുള്ള നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവർ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ വിലയിരുത്തി അനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. ഏതായാലും മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിൽ ഇപ്പോൾ കുഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ചികിത്സാ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെ ഇപ്പോൾ ഇനിയും കാത്തിരിക്കുന്ന മണിക്കൂറുകൾ തന്നെയാണ് ഉള്ളത്. ശുചിത്വത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ലഭ്യമാകുമോ അതെല്ലാം ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിലും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ ശിക്ഷണത്തിലാണ് ഇവിടെ ചികിത്സാ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനിയും ഒരു വലിയ ഒരു കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ കേരളം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. തിരുവനന്തപുരത്ത് എത്തിക്കുന്നത് വരെയുള്ള നടപടികൾ അത് സുഗമമാക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു എല്ലാവരും. രാഷ്ട്രീയ പാർട്ടികളുടെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ പോലും ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. രാഹുൽ ഗാന്ധി എത്തുന്ന ദിവസമായിരുന്നത് പോലും റോഡുകളടക്കം ക്ലിയറായി കൊടുക്കുന്ന നടപടികളിലേക്ക് കടന്നിരുന്നു. അത്തരത്തിൽ വലിയ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം കേരളം തന്നെ ഏറ്റെടുത്തിരുന്ന മണിക്കൂറുകളായിരുന്നു കടന്നുപോയത്. അത് ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നു. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാകുമെന്നുള്ള വാർത്തകൾക്ക് പ്രതീക്ഷ തന്നെയാണ് കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഏതായാലും ആ കുട്ടിയുടെ ചികിത്സാ നടപടികളടക്കം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി കുട്ടിയുടെ ചികിത്സ അടക്കം ഏറ്റെടുക്കുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൃദ്യം പദ്ധതിയിൽപ്പെടുത്തി പൂർണ്ണമായും ചികിത്സ സൗജന്യമായി കൊടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായുള്ള നടപടികൾ ചികിത്സാ നടപടികൾ ഇപ്പോൾ ഏതായാലും അമൃത ഹോസ്പിറ്റലിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന ആംബുലൻസ് തിരിച്ചു പോകാൻ ആവശ്യമായുള്ള നടപടികളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കും. വളരെ മണിക്കൂറുകൾ പിന്നിട്ട് ആണ് ഈ ആംബുലൻസ് വാഞ്ഞെത്തിയത്. ഏതായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളം ഒത്തൊരുമയോട് നിന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് പൂർത്തിയാകുന്നതിലേക്ക് കാര്യങ്ങൾ പോയി. അദ്ദേഹം ആംബുലൻസിന്റെ ഡ്രൈവർ തന്നെ വ്യക്തമാക്കിയ കാര്യം
തങ്ങളുടെ ഒരു വലിയ ഒരു പോരാട്ടം പോലെയായിരുന്നു തങ്ങൾ ഇതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വിജയകരമായി ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. അത്തരത്തിൽ കഴിഞ്ഞ മണിക്കൂറുകൾ ഏകദേശം 5 മണിക്കൂറുകൾ കൊണ്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചികിത്സ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും വഴിനീളെ വലിയ തടസ്സങ്ങൾ നേരിടാത്തത് തന്നെ വലിയ ഗുണം ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് യാത്ര പുരോഗമിക്കാനായത്. മാത്രമല്ല പോലീസും അതുപോലെ തന്നെ മറ്റ് നാട്ടുകാരും അടക്കം വലിയ സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തു. ഏതെങ്കിലും തരത്തിൽ ബ്ലോക്കിൽപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടായില്ല എന്നത് വലിയ ആശ്വാസമാണ്. അത് തിരുവനന്തപുരത്തേക്ക് അടക്കം വലിയ രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെ അവർ പറഞ്ഞു. എന്നാൽ പോലും അമൃതയിലേക്ക് മാറ്റിയെന്ന് അറിയിച്ചപ്പോൾ തന്നെ അത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം തന്നെയാണ് അവർ പങ്കുവെക്കുകയും ചെയ്തത്. ഏകദേശം 4 മണിയോടുകൂടിയാണ് അമൃത ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ എത്തിക്കാൻ ആവശ്യമായുള്ള നിർദ്ദേശങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാർക്കടക്കം ലഭിച്ചത്. അതുകൊണ്ട് അവർക്ക് ഏകദേശം ആ നിർദ്ദേശം ലഭിക്കുമ്പോൾ അവർ അങ്കമാലി ഭാഗത്തായിരുന്നു. കൃത്യമായൊരു നിർദ്ദേശം ലഭിക്കുമ്പോൾ അങ്കമാലി ഭാഗത്തായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 15 മിനിറ്റ് കൊണ്ട് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്താൻ കഴിഞ്ഞു. അതുതന്നെ അത്തരത്തിൽ വലിയ ഒരു റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായുള്ള നടപടികൾ ആംബുലൻസ് ഡ്രൈവർമാർ അടക്കം കൈക്കൊണ്ടു എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ കഴിഞ്ഞത്. ഏകദേശം 10:45 യാത്ര ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചത്. അത് 11 മണിയോടുകൂടി യാത്ര പൂർണ്ണസജ്ജമായി ആരംഭിക്കാൻ കഴിഞ്ഞു. ഇതിന് ഇടയ്ക്ക് ഏകദേശം 1 മണിക്കൂർ മാത്രമാണ് അവർക്ക് ചെറിയ രീതിയിലൊരു വിശ്രമം മാത്രം വേണ്ടി വന്നത്. അത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അത്തരത്തിൽ തിരുവനന്തപുരം വരെ എത്തിക്കുകയാണെങ്കിൽ ഏകദേശം കണക്ക് കൂട്ടിയത് 15 മണിക്കൂറായിരുന്നെങ്കിൽ അവർ എറണാകുളത്ത് തന്നെ ഏകദേശം 5 മണിക്കൂറോളം സമയം കൊണ്ട് എറണാകുളം വരെയുള്ള അവർ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അങ്ങനെ വലിയ ഒരു രക്ഷാദൗത്യം ഏറ്റെടുത്ത് നേരത്തെ നിശ്ചയിച്ചതിനെക്കാട്ടിലും 1/3 സമയം കൊണ്ട് എറണാകുളത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്തേക്ക് എത്തുകയാണെങ്കിൽ പോലും ഏകദേശം 3 മണിക്കൂറോളം മാത്രമായിരുന്നു എടുക്കുക. അങ്ങനെ നേരത്തെ നിശ്ചയിച്ചതിലും പകുതി സമയം കൊണ്ട് രക്ഷാദൗത്യം പൂർത്തിയാക്കുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു. അതിനിടയ്ക്കാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ആവശ്യമായുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അമൃത ഹോസ്പിറ്റലിലെ മുതിർന്ന ഡോക്ടർമാരടക്കം ഇവിടുത്തെ സൗകര്യങ്ങൾ വിലയിരുത്തുകയുണ്ടായി. അങ്ങനെ ഡോക്ടർമാരോട് ഏകദേശം 1 മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷമാണ് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അങ്ങനെ കുട്ടിയുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ശ്രീചിത്രയിൽ തന്നെ ചികിത്സ തുടരാനാണ് താല്പര്യമെന്നായിരുന്നു മാതാപിതാക്കൾ അറിയിച്ചത്. പിന്നീട് മന്ത്രി നേരിട്ട് അവരെ വിളിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അത്തരത്തിൽ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. കുട്ടിയുടെ ജീവൻ നിർത്താൻ ആവശ്യമായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ശ്രീചിത്രയിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും ലഭ്യമാക്കുമെന്ന ഉറപ്പ് അവർ നൽകുകയും ചെയ്തു. അതുപ്രകാരം ഏതായാലും കുട്ടിയെ അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. ഏകദേശം 5 മണിക്കൂറിലധികം മാത്രം സമയം വേണ്ടി വന്നാണ് ഇത്രയും കിലോമീറ്റർ താണ്ടി കുട്ടിയെ ആംബുലൻസിൽ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏതായാലും കുട്ടിയുടെ ചികിത്സ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വിദഗ്ധരായ ഡോക്ടർമാർ എല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ തോതിൽ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായുള്ള എല്ലാ നടപടികളും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ ഒരു കേരളം മൊത്തം ഏറ്റെടുത്ത ഒരു ദൗത്യം, ഒരു കുട്ടിയുടെ ജീവനുമായുള്ള ദൗത്യം ഇപ്പോൾ വിജയകരമായി ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ചികിത്സാ നടപടികൾക്കായുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയും കുട്ടിയുടെ ജീവൻ സുരക്ഷിതമായി തന്നെ നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അതിനാവശ്യമായ നടപടികൾ ഇവിടെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നേരിട്ട് ആരോഗ്യവകുപ്പ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കുട്ടിയുടെ ചികിത്സ നടപടികൾ അടക്കം പൂർണ്ണമായും ഏറ്റെടുക്കുകയും കേരള സർക്കാർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സന്തോഷകരമായ വാർത്തകൾ തന്നെ പുറത്തു വരാനുള്ള മണിക്കൂറുകളാണ് എന്നുള്ള പ്രത്യാശയിലാണ് ഇപ്പോൾ കേരള സമൂഹം ഒന്നാകെ കാത്തിരിക്കുന്നത്. അത് അത്തരത്തിലൊരു സന്തോഷകരമായ വാർത്തകൾ തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്ക് ഉള്ളത്. ഏതായാലും കാസർഗോഡ് നിന്ന് ഏകദേശം 5 മണിക്കൂറിലധികം മാത്രം സമയമെടുത്തുകൊണ്ട് ആംബുലൻസ് പാഞ്ഞ് എത്തുകയായിരുന്നു. അത് വഴിയിലെ തടസ്സങ്ങളെല്ലാം നീക്കി നാട്ടുകാരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ സഹായിക്കുകയും ചെയ്തു. ഇപ്പോഴും നമുക്ക് കാണാം ആ സമയത്ത് വാഹനങ്ങൾ പൂർണ്ണമായും റോഡിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ആളുകൾ സഹകരിച്ചത്. ആലുവയിൽ നിന്നും ഇടപ്പള്ളി ആശുപത്രിയിൽ എത്തുന്ന സമയം വരെ ഏതെങ്കിലും തരത്തിൽ ഒരു വാഹനങ്ങൾ പോലും റോഡിൽ ഇല്ലാത്തൊരു ഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാരടക്കമുള്ളവർ റോഡിലിറങ്ങി വാഹനങ്ങൾ മാറ്റിയിടാൻ സഹകരിക്കുന്ന കാഴ്ചയായിരുന്നു കേരളം ഉടനീളം കണ്ടത്. അതിൻ്റെ ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ
പരിസമാപ്തി ഇപ്പോൾ താൽക്കാലികമായി എങ്കിലും അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും കുട്ടിയുടെ വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമായുള്ള നടപടികളാണ്. അത് കൃത്യമായി നേരത്തെ തന്നെ ആശുപത്രിയിൽ അധികൃതരുമായി സംസാരിച്ച് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് സംസാരിച്ച് അത് നേരത്തെ തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. അതിനനുസരിച്ചുള്ള ചികിത്സ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർമാരടക്കമുള്ളവർ തയ്യാറായി നിൽക്കുകയായിരുന്നു. കുട്ടിയെ എത്തിച്ച നിമിഷങ്ങൾക്കകം തന്നെ കുട്ടിയെ വിദഗ്ധ ചികിത്സ നൽകുന്ന കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുൻപ് ഏകദേശം 11 മണിയോടുകൂടിയാണ് കാസർഗോഡ് നിന്നും ഈ സംഘം കൊച്ചിയിലെ യാത്ര തിരിച്ചത്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് ഏകദേശം കൊച്ചി എത്താറായ സമയത്താണ് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സർക്കാർ ഇടപെട്ടുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സർക്കാർ പൂർണ്ണ ചെലവ് വഹിക്കാൻ, ഹൃദ്യം പദ്ധതിയിലൂടെ പൂർണ്ണ ചെലവ് സർക്കാർ വഹിക്കാം, ചികിത്സാ ചെലവ് വഹിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് എത്തിയത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത്.